സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓഷോ പറഞ്ഞ 2 കഥകൾ കേൾക്കാം. അവൻ സ്കൂളിൽ വളരെ വൈകിയാണ് എത്തിച്ചേർന്നത്. മഴ പെയ്യുന്നുണ്ടായിരുന്നു. അധ്യാപിക അവരുടെ കല്ലുപോലുള്ള കണ്ണുകൾ കൊണ്ട് കുട്ടിയെ ദേഷ്യപ്പെട്ടു നോക്കി. ചെറിയൊരു പയ്യൻ ആദ്യമേ തന്നെ ഭയപ്പെട്ട് വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ശരീരവും വസ്ത്രവും നനഞ്ഞു കുതിർന്ന സ്ഥിതിയിലാണ്. എങ്ങനെയോ ആ കുട്ടി സ്കൂളിൽ എത്തിച്ചേർന്നുവെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അധ്യാപിക തന്നെയാണല്ലോ. അവർ കണ്ണു തുറപ്പിച്ച് ചോദിച്ചു, "എന്താ നീ നേരം വൈകാൻ കാരണം?" ഇപ്പോൾ തന്നെ വേണ്ടത്ര തെളിവുകളുണ്ടല്ലോ എന്നാണ് കുട്ടി വിചാരിച്ചത്. അധ്യാപികയിൽ നിന്ന് ഇങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. പെരുമഴയാണ് പെയ്യുന്നത്. യൂണിഫോം മുഴുവൻ നനഞ്ഞു കുതിർന്ന് വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നേരം വൈകി വന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതൊരു കുട്ടിയും കാര്യം സാധിക്കാൻ വേണ്ടി കള്ളം പറയുന്നത് പോലെ ആ കുട്ടിയും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു വ്യാജസൂത്രം കണ്ടെത്തി. കുട്ടി പറഞ്ഞു, "തെരുവിൽ വളരെയധികം വഴുക്കലുണ്ടായിരുന്നു. ഞാൻ 1 അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 അടി പുറകോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തൊരു വഴുവഴുപ്പായിരുന്നു." അധ്യാപിക നിർദ്ധയതയോടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "അതെങ്ങനെ സംഭവിക്കും? 1 അടി മുന്നോട്ട് വരികയും പിന്നെ 2 അടി പുറകോട്ട് പോവുകയുമാണെങ്കിൽ നിനക്ക് സ്കൂളിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ലല്ലോ." ആ പാവം കുട്ടി പറഞ്ഞു, "ടീച്ചർ ദയവായി മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മഴ കാരണത്താൽ സ്കൂളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. എന്നാൽ 1 അടി മുന്നോട്ട് വച്ചപ്പോൾ വഴുവഴുപ്പ് കാരണം 2 അടി പുറകോട്ട് വരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ എത്തിച്ചേർന്നത്." മറ്റൊരു കഥ. ജോലി സംബന്ധമായി വിദേശത്തെത്തിയതാണ് അയാൾ. അവിടെ അയാൾക്ക് പരിചയക്കാരൊന്നുമില്ല. അവിടുത്തെ ഭാഷയും അറിയില്ല. അവിടെ അയാൾ ഒരു മണിമേടയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിനുള്ളിലേക്ക് ആളുകൾ തിരക്കിട്ട് പോകുന്നതായി കണ്ടു. അയാളും അവർക്ക് പിന്നിലായി നടന്ന് അകത്തെത്തിച്ചേർന്നു. മണിമേട നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. വാദ്യസംഗീതങ്ങളും പുറപ്പെടുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ആളുകൾ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത് അയാൾ കണ്ടു. ചിലർ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവുകയായിരുന്നു. അയാളും ഒരു മേശക്കരികിൽ ചെന്ന് കസേരയിലിരുന്നു. വിശപ്പാണെങ്കിൽ സഹിക്കാൻ വയ്യ. അയാൾ ചെന്നിരുന്ന ഉടനെ പലതരത്തിലുള്ള വിഭവങ്ങൾ അയാൾക്ക് മുന്നിൽ വന്നു. അയാൾ ഓരോന്നായി ഭക്ഷിക്കാൻ തുടങ്ങി. അയാൾ വിചാരിച്ചു, ഇത് ഏതോ രാജാവിൻ്റെ കൊട്ടാരമായിരിക്കാം. ആ നാട്ടിലുള്ളവർക്ക് വേണ്ടി രാജാവ് സദ്യ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം. അതിഥികൾ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നു. അയാൾ എഴുന്നേറ്റ് ഭക്ഷണം വിളമ്പിയ വ്യക്തിയോട് തലകുനിച്ച് നന്ദി പ്രകടിപ്പിച്ചു. ഭക്ഷണം വിളമ്പിയ ബെയറർ അയാൾക്ക് നേരെ ബില്ല് നീട്ടി. അതൊരു വലിയ ഹോട്ടലായിരുന്നു. ബെയറർ അയാളോട് പണം ആവശ്യപ്പെട്ടു. തൻ്റെ നന്ദി പ്രകടനത്തിന് ബെയറർ തിരിച്ച് ഉത്തരം തരികയാണെന്നാണ് അപ്പോൾ അയാൾ വിചാരിച്ചത്. അയാൾ ബില്ല് വാങ്ങി കീശയിൽ വെച്ചു. പിന്നെ ഒരു അപരിചിതനെ ഇത്രയധികം ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തതിനും രുചികരമായ ഭക്ഷണം തന്നതിനും തലകുനിച്ച് വീണ്ടും സലാം ചെയ്തു. "ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളോട് നിങ്ങളെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കും." എന്നാൽ ആ ബെയറർക്ക് ഒന്നും മനസ്സിലായില്ല. ആയതിനാൽ അയാളെ മാനേജറുടെ മുൻപിൽ ഹാജരാക്കി. അപ്പോൾ തൻ്റെ നന്ദി പ്രകടനത്തിൽ സന്തോഷിച്ച് ബെയറർ രാജാവിൻ്റെ പ്രതിനിധിയെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് അയാൾ വിചാരിച്ചത്. മാനേജർ അയാളോട് ബിൽ പേ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും തൻ്റെ നമസ്കാരത്തിന് തിരിച്ച് നന്ദി പറയുകയാണെന്നാണ് അയാൾ മനസ്സിലാക്കിയത്. അയാൾ മാനേജരോട് വീണ്ടും നന്ദി പറഞ്ഞു. ഗതികെട്ട മാനേജർ അയാളെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അപ്പോൾ തന്നെ രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് അയാൾക്ക് തോന്നിയത്. ഹോട്ടലിൽ പണം കൊടുക്കാൻ മജിസ്ട്രേറ്റ് ആജ്ഞാപിച്ചെങ്കിലും അയാൾ മജിസ്ട്രേറ്റിനും സലാം കൊടുക്കുകയാണ് ചെയ്തത്. ഇയാൾ ഭ്രാന്തനാണോ അതോ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണോ എന്ന് മജിസ്ട്രേറ്റ് ചിന്തിച്ചു. അവസാനം മജിസ്ട്രേറ്റ് കോടതിയിൽ കൽപ്പിച്ചു, ഇയാളുടെ കഴുത്തിൽ ചതിയൻ എന്ന ബോർഡ് കെട്ടിത്തൂക്കി കഴുതപ്പുറത്ത് തിരിച്ചു കിടത്തി ഗ്രാമം മുഴുവൻ പ്രദർശിപ്പിക്കൂ. കഴുതപ്പുറത്തിരുത്തിയപ്പോൾ ഇവർ തൻ്റെ ശോഭയാത്ര പുറപ്പെടുവിക്കുകയാണെന്നാണ് അയാൾ വിചാരിച്ചത്. കൊട്ടും ഘോഷവുമായി 10-20 കുട്ടികളും അയാൾക്ക് പുറകിലായി എത്തിച്ചേർന്നു. ആളുകൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. തിരക്ക് വർദ്ധിച്ചു.
അയാൾ തലകുനിച്ച് ഓരോരുത്തരെയും നോക്കി നമസ്കരിച്ചു. അയാൾ പറഞ്ഞു, ഒരു അന്യനാട്ടുകാരന് ഇത്രയും ബഹുമാനം തന്നതിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു വിദേശീയന് ഇത്രയും സ്വാഗതം. അപ്പോൾ തിരക്കിൽ വെച്ച് അയാൾ അയാളുടെ നാട്ടുകാരനായ ഒരു മനുഷ്യനെ കാണുകയുണ്ടായി. നാട്ടുകാരനെ കണ്ടപ്പോൾ അയാൾ സന്തോഷത്താൽ വീർപ്പുമുട്ടുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നാട്ടുകാരിൽ ഒരാളെങ്കിലും കാണാത്ത പക്ഷം ഒരു രസവും ഉണ്ടായിരിക്കില്ല. ഈ വിവരം അയാൾ നാട്ടിൽ ചെന്ന് പറയുമ്പോൾ തനിക്ക് അഭിമാനിക്കാമല്ലോ. അയാൾ തൻ്റെ നാട്ടുകാരനെ നോക്കി പറഞ്ഞു, ഇവർ എന്നെ എത്ര ബഹുമാനത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇത് കേട്ടയുടനെ നാട്ടുകാരൻ ആരും കാണാതെ സ്ഥലം വിട്ടു. എന്തുകൊണ്ടെന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാരന് അറിയാമായിരുന്നു. എന്നാൽ നാട്ടുകാരനായ ആ മനുഷ്യൻ തന്നെ നോക്കി അസൂയപ്പെടുന്നുവെന്നാണ് അയാൾ കഴുതപ്പുറത്തിരുന്ന് വിചാരിച്ചത്. അഹങ്കാരികളായ മനുഷ്യർ ഇത്തരം തെറ്റായ ധാരണകളോടെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഭാഷ അവർക്കറിയില്ല. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവുമായി അവർക്ക് ഒരു ബന്ധവുമില്ല.